OT writing ഒരുപാട് signs and symbols use ചെയ്യാറുണ്ട്. And sometimes it can be really challenging to translate this information into formal language without changing the accurate meaning. For this reason, today we are going to discuss on how to interpret question mark or query sign in OET writing. So, what does question mark represents? Question mark represents a possibility or a doubt of a medical observation. അതായത് ഒരു മെഡിക്കൽ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു ഡെഫിനറ്റീവ് ഡയഗ്നോസിസ് കൺഫേം ചെയ്തിട്ടില്ല. Now, the real question is how to explain a question mark from OET case notes. The fact is, എല്ലായിടത്തും നമുക്ക് ഒരേ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റില്ല. And it totally depends upon where this information is given in the case note and how it is mentioned. Well, let me try to explain this with few examples. So, നമുക്ക് നമ്മുടെ കേസ് നോട്ട്സ് ബിഗിനിങ് പോർഷനിലോട്ട് പോകാം. ഇവിടെയാണ് പേഷ്യൻ്റെ കംപ്ലയിൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കൂടുതലായിട്ട് കാണുന്നത്. ഇവിടെ ഒരുപാട് ക്വയറി മാർക്സ് കാണാറുണ്ട്. So let's see on how to interpret these informations. So let's read the first part of the case note. ഇവിടെ കൊടുത്തിട്ടുണ്ട് അഡ്മിഷൻ, ഡേറ്റ്, പിന്നെ അവർ കൊടുത്തിട്ടുണ്ട് ഡയഗ്നോസിസ്, ക്വയറി സൈൻ, ഹിപ്പ് ഫ്രാക്ചർ, ബ്രാക്കറ്റ്സ്, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു ഇൻഫോർമേഷൻ ഇൻ്റർപ്രിറ്റ് ചെയ്യാം? Well, Mr. X was admitted on 23/1/2021 with a suspected left hip fracture following a road traffic accident. Clear ആയോ? നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിളോട്ട് പോകാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രസന്റിംഗ് കംപ്ലയിൻസ്, പിന്നെ അവർ കൊടുത്തിട്ടുണ്ട് അലോപീഷ്യ ബ്രാക്കറ്റ് 6 months. നെക്സ്റ്റ് ലൈൻ അവർ കൊടുത്തിട്ടുണ്ട് ക്വയറി സൈൻ ഡിപ്രഷൻ. ഇവിടെ ഈ രണ്ട് ഇൻഫോർമേഷനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല സ്പെസിഫിക് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്യണം. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. Mr. X presented with a 6-month history of alopecia. He may also be experiencing depression associated with this. Clear ആയോ? One last example from this portion. Let's read the case note. Presenting complaints, lower abdominal pain, brackets 2 weeks. Patient concerned query sign hernia. ഇവിടെ പേഷ്യൻ്റ് ആണ് കൺസേൺ ആയിരിക്കുന്നത്, നോട്ട് ദ മെഡിക്കൽ പ്രൊഫഷണൽ. അപ്പോൾ ആ ഒരു ഇൻഫോർമേഷൻ ക്ലിയർലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം ഇതെങ്ങനെ എഴുതാമെന്ന്. Mr. X presented with 2-week history of lower abdominal pain. He also expressed concern about the possibility of a hernia. Clear ആയോ? Now, let's move to the middle portion of the case note. ഇവിടെയാണ് ഡയഗ്നോസിസ് ബേസ്ഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ബേസ്ഡ് ഡീറ്റെയിൽസ് ഒരുപാട് കാണുന്നത്. So let's move to the next example. ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ഡയഗ്നോസിസ് ക്വയറി സൈൻ ന്യൂമോണിയ. ഇത് വളരെ സിമ്പിൾ എക്സാമ്പിൾ ആണ്, എല്ലാവർക്കും ഈസി ആയിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണിത്. ഓക്കെ, സോ ഇതിൽ എങ്ങനെയൊക്കെ നമുക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യാം? ഹി മേ ഹാവ് ന്യൂമോണിയ ഒരു ഇൻ്റർപ്രിറ്റേഷനാണ്, അല്ലെങ്കിൽ ഹി സസ്പെക്റ്റഡ് ടു ഹാവ് ന്യൂമോണിയ. ഇഫ് നോട്ട്, നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താം? വെൽ, മൈ പ്രൊവിഷണൽ ഡയഗ്നോസിസ് ഇസ് ന്യൂമോണിയ. ക്ലിയർ ആയോ? ഈ ഏരിയയിൽ തന്നെ അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് റീഡ് ദ കേസ് നോട്ട്. അസസ്മെൻറ്റ്, പേഷ്യൻ്റ് അൺവെൽ, പിന്നെ അവർ നെക്സ്റ്റ് ലൈനിൽ കൊടുത്തിട്ടുണ്ട് ക്വയറി സൈൻ റിലാപ്സ് ഓർ പോസിബിൾ കോംപ്ലിക്കേഷൻ ഓഫ് പെരിക്കാർഡൈറ്റിസ്. ഇതൊരു ട്രിക്കി എക്സാമ്പിളാണ്. സോ ഇതെങ്ങനെ നമുക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് നോക്കാം. മിസ്റ്റർ എക്സ് ഇസ് സസ്പെക്റ്റഡ് ടു ഹാവ് റിലാപ്സ് ഓഫ് പെരിക്കാർഡൈറ്റിസ്, പെർഹാപ്സ് വിത്ത് കോംപ്ലിക്കേഷൻ. ക്ലിയർ ആയോ? വൺ ലാസ്റ്റ് എക്സാമ്പിൾ ഫ്രം ദിസ് പോർഷൻ നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ് ദ കേസ് നോട്ട്. അസസ്മെൻറ്റ്, ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്വയറി സൈൻ പാൻക്രിയാറ്റിക് ക്യാൻസർ. അതിൻ്റെ അടി തൊട്ട് താഴെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്താണ്? അർജൻറ്റ് അസസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? നമുക്കൊരു സംശയമുണ്ട് പാൻക്രിയാറ്റിക് ക്യാൻസർ ആണെന്ന്, അതുകൊണ്ട് തന്നെ അർജൻറ്റ് അസസ്മെൻറ്റ് വേണമെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഇൻഫോർമേഷൻ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും? ലെറ്റ്സ് സീ. വെൽ, ഹി റിക്വയർസ് അർജൻറ്റ് അസസ്മെൻറ്റ് ഫോർ പോസിബിൾ പാൻക്രിയാറ്റിക് ക്യാൻസർ. ക്ലിയർ? സോ ലെറ്റ്സ് മൂവ് ടു ദ എൻഡ് പോർഷൻ ഓഫ് എ കേസ് നോട്ട്. ഇവിടെയാണ് നമ്മൾ ഡിസ്ചാർജ് ഇൻഫോർമേഷൻസ് കാണുന്നത്. ഇവിടെയും ക്വസ്റ്റ്യൻ മാർക്സ് ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് കേസ് നോട്ട് വായിക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ, ക്വയറി സൈൻ, സോഷ്യൽ വർക്കർ, അപ്പോയിൻമെൻറ്റ്, RD, ഫ്യൂച്ചർ അക്കോമഡേഷൻ. ഇവിടെ എന്താ പറയുന്നത്? ആഫ്റ്റർ ഡിസ്ചാർജ് ഒരു സോഷ്യൽ വർക്കർ അപ്പോയിൻമെൻറ്റ് വേണ്ടി വരുമായിരിക്കും ടു ഡിസ്കസ് അബൌട്ട് ഫ്യൂച്ചർ അക്കോമഡേഷൻ. നമുക്ക് ഇതിനെങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. Well, an appointment with a social worker may be beneficial for the patient in order to discuss regarding the future living arrangements. Clear ആയോ? ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. Well, this is the last example. നമുക്ക് നോക്കാം ട്രീറ്റ്മെൻറ്റ് പ്ലാൻ,
പിന്നെ കൊടുത്തിട്ടുണ്ട് ക്വയറി സൈൻ TKR. എന്താണ് TKR? ഇറ്റ് മീൻസ് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറയണത്? പേഷ്യൻറ്റിന് ആഫ്റ്റർ ഡിസ്ചാർജ് ഒരു ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി വേണ്ടി വരുമായിരിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലോ? Well, he may possibly require a total knee replacement surgery. Clear ayo? So now you must have understood on how you can express query signs in different ways. So keep this in mind whenever you're writing your OET writing. With that, thank you.